ثاني اخذ قول لي ثاني هذا يسولف يقول يسولف بس انه لا ഹായ്, ഞാൻ അൻവർ ചമ്പൻ. ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ജിദ്ദയിലെ പെറ്റ് മാർക്കറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പെറ്റ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോയുടെ അവസാനം ഒരു ജീവിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ജീവിയുടെ പേരെന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ പേരറിയാവുന്ന ആളുകൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേരറിയാത്ത ആളുകൾ നിങ്ങളത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. كم هذا أبا كم؟ كم؟ 10 كيلو يجي واحد؟ كم؟ كيلو يجي كم يجي؟ هذا يجي 3 كيلو. هذا واحد أبا كم؟ 250. 250. 250 ആണ് ഇതിന്. ഇറാഖ് എന്നുള്ള താറാവാണ്. يا أبي أغلى. ساعتين لا موجود. والله المغرب. നല്ല നാടൻ കോഴികളുണ്ട്, പൂവൻ കോഴികൾ. അൽക്കുംബ്രയിലാണ് ഈ സ്ഥലം. കാണാൻ നല്ല രസമുള്ള വിവിധ തരത്തിലുള്ള പ്രാവുകൾ ഈ പെറ്റ് മാർക്കറ്റിലുണ്ട്. 250, 500, 700 ഇങ്ങനെ വിവിധ റേഞ്ചിലുള്ള പ്രാവുകൾ ഇവിടെ ഉണ്ട്. ജിദ്ദ അൽക്കുംബ്രയിലുള്ള ഈ പെറ്റ് മാർക്കറ്റ് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷമാണ് ഓപ്പൺ ആവുന്നത്. കൊറോണയ്ക്ക് ശേഷം കുറച്ച് കൺട്രോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാൻ നല്ല രസമുള്ള മുയലുകളുണ്ട്. ഒരു ജോഡിക്ക് 120 റിയാലാണ് സാധാരണ മുയലിൻ്റെ വില. പല റേഞ്ചിലുള്ള മുയലുകളുണ്ട്. ജിദ്ദയിലൊക്കെ ഉള്ള ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഈ ജിദ്ദയിലെ പെറ്റ് മാർക്കറ്റ്. 135 റിയാലാണ് ഇതിന്, ഒരു പീസിന്, ഒരെണ്ണത്തിന്. നമ്മളെ നാട്ടിലൊക്കെ ഈ ഉടുമ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാണിത്. എല്ലാ ഐറ്റംസും ഈ പെറ്റ് മാർക്കറ്റിലുണ്ട്. ഈ ജീവിയുടെ പേരറിയാവുന്നവർ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അണ്ണാറക്കണ്ണനോടും അതുപോലെ തന്നെ എലിയോടൊക്കെ രൂപസാദൃശ്യമുള്ള കുറച്ച് വലുപ്പമുള്ള ഒരു ജീവിയാണത്. വെജിറ്റബിൾസൊക്കെ ആണ് കഴിക്കുന്നത് എന്നുള്ളതാണ് ഷോപ്പിൽ ഉള്ള ആൾ പറഞ്ഞു കേട്ടത്. സൗദികളൊക്കെ നന്നായിട്ട് ഇതിനറുത്ത് തിന്നാറുണ്ട് എന്നും പറയപ്പെടുന്നു. ഈ ജീവിയുടെ പേരറിയാവുന്നവരൊന്ന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.